രീതിയിലല്ല പോകുന്നത്. ഞാൻ കോടതിയുടെയും കൂടെ ചേർത്തിട്ടാണ് പോകുന്നത്. എനിക്ക് എന്നെ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് അതിൽ നെഗറ്റീവ് കമന്റ് വരുന്നവരോട് ചില റിയാക്ഷൻ വീഡിയോക്കാരിരുന്ന് തെണ്ടുക. പിന്നെ ദീപ്തിയുടെ ഭർത്താവിന്റെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തരുമോ, അവരുടെ പഴയ വീട് എവിടെയാന്നൊന്നു പറയുമോ, ബാക്കി ഞാൻ പോയി കണ്ടുപിടിച്ചോളൂ, ഒരു തുള്ളി തരൂ, ഒരു ശകലം തരൂ, എന്തിനാ ഇങ്ങനെ തരുന്നത്? എന്തായാലും ഈ വീഡിയോ സംസാരിക്കുന്നത് ഒരിക്കലും ദീപ്തി എന്ന് പറയുന്ന ആളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ദീപ്തി ടീച്ചർ ഈ പെർട്ടിക്കുലർ വീഡിയോ കണ്ട സമയത്താണ് എനിക്ക് വിഷയത്തെ പറ്റി സംസാരിക്കണം തോന്നി. ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഒന്ന് കംഫർട്ടബിൾ ആയിരുന്നോട്ടെ, എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരിൽ തന്നെ ഒരു 50% ഓഫ് ആൾക്കാർക്ക് ഈ വീഡിയോ ആണ് ഇഷ്ടം, 50% ഓഫ് ആൾക്കാർക്ക് വ്ളോഗ്സും കാര്യങ്ങളുമാണ് ഇഷ്ടം. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ടാണ് രണ്ടും അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് വലിയ തെറ്റുകുറ്റമായി കാണുന്ന ഒരു സമൂഹമുണ്ട്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത് തെറ്റുകുറ്റമാവുന്നേ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ബാക്കിയുള്ള ആൾക്കാരുടെ വീഡിയോനെ കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ വീഡിയോനെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടിട്ടുള്ള മുഴുവനായി വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഞാൻ ഒരാളെയും കുറ്റം പറയലില്ല, ചീത്ത പറയലില്ല, വഴക്ക് പറയലില്ല, തെറി പറയലില്ല, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യലില്ല. നടൻ ബഹുമാനക്കുറവോടുകൂടി സംസാരിച്ചിട്ടുമില്ല. ഇനി അങ്ങനെ പിടിവിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ഒരു വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അതിൽ മാത്രമാണ്. വേറെ ഒന്നിലും ഞാൻ എൻ്റെ സ്റ്റാൻഡേർഡ് വിട്ട് ഞാൻ കളിച്ചിട്ടില്ല. ഒരു വിഷയം ഉണ്ടാവുന്ന സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ ആ വീഡിയോ എടുക്കുന്നു, ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ചില വീഡിയോ നല്ല പോസിറ്റീവ് വരും, ചില വീഡിയോ നല്ല നെഗറ്റീവ് വരും, ചില വീഡിയോ റീച്ച് ആവും, ചില വീഡിയോ ഒരു 10-15 ആൾ കാണുകയുള്ളൂ. പക്ഷേ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഒരു വലിയ കുറ്റമാണ്, അതെന്തോ വലിയ തെറ്റാണ്, അത് എനിക്കറിയില്ല. ഞാൻ വീണ്ടും പറയാം, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലിടുന്ന കാര്യങ്ങൾ എടുത്ത് സംസാരിക്കാനുള്ള റൈറ്റ് ആർക്കും ഉണ്ട്. ഞാൻ ഇടുന്ന കണ്ടൻറ്റ് നിങ്ങൾക്ക് എടുത്ത് സംസാരിക്കാം, അതിനെനിക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എടുത്ത് സംസാരിക്കുമ്പം എൻ്റെ ശരി മാത്രം പറയണമെന്നില്ല. എൻ്റെ സൈഡിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റും പറയാം, എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം, എന്തു വരും, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഇപ്പം എൻ്റെ വീഡിയോയിൽ ചില കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരും, അങ്ങനെ ചീത്തയൊക്കെ പറയും. ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളൊക്കെ അതിൽ പറയുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് അവരെ വായടപ്പിക്കാൻ എനിക്ക് പറ്റില്ല, വായടപ്പിക്കാൻ എന്നെക്കൊണ്ട് ആവൂല അങ്ങനത്തെ ആൾക്കാരെ. ഞാൻ എൻ്റെ കാര്യങ്ങൾ വളരെ വൃത്തിയിൽ പറഞ്ഞ് ഞാൻ ആ വഴിക്ക് പോകുന്നു. പറയേണ്ട ആൾക്കാർ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ എന്തോ പറഞ്ഞോട്ടെ, ഇത്രയും ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ വന്ന് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ട് എന്നെ പറ്റി സംസാരിക്കരുത് എന്ന് കൊണ്ട് കാര്യമില്ല. പക്ഷെ വളരെ വയലൻസായ, നമ്മളെ അബ്യൂസ് ചെയ്യുന്ന, നമ്മൾ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ ഒക്കെയാണ് ഇതിൽ സ്പ്രെഡ് ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ കേസ്. അത് ഞാൻ സമ്മതിക്കും. എന്തായാലും പിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ കണ്ടന്റ് അല്ലേ ഞാൻ ഇടുന്നേ. ഈ ഇട്ടോറുടെ കണ്ടന്റ് എടുത്തു വെച്ച് ഓരോ സെന്റൻസ് എടുത്തു വെച്ചിട്ട് ചിരിക്കുക. ഇത് കേൾക്കുമ്പോ ചിരി വരുന്നു. നിങ്ങളൊരു ടീച്ചറല്ലേ, അടുത്ത സെന്റൻസ് ഞാൻ പറയുന്നത് എടുക്കുന്നു, വീണ്ടും ഇത് കേൾക്കുമ്പോ എനിക്ക് വീണ്ടും ചിരിയാ വരുന്നത്. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? അത് അടുത്ത സെന്റൻസിൽ ഇത് തന്നെ. പിന്നെ ഞാൻ പെട്ടത് 2 റിയാക്ഷൻ വീഡിയോക്കാരുടെ ഈഗോയുടെ ഇടയിൽ പെട്ടുപോയ വ്യക്തിയാണ് ഞാൻ. 2 റിയാക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ടീച്ചർ അല്ലേ എന്ന് ചോദിക്കുന്നത് ഇറ്റ്സ് എ വെരി കോമൺ തിങ്. ഇപ്പം ഞാൻ എൻ്റെ ജോലീൻ്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ ചില സിറ്റുവേഷനിൽ എനിക്ക് ഭയങ്കര ഒരു മെൻറ്റൽ ബ്രേക്ക് ഡൗൺ ഒക്കെ വരുമല്ലോ, നമ്മൾ മനുഷ്യന്മാരാണല്ലോ. അപ്പോൾ ഞാൻ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ കൗൺസിലറല്ലേ, നിങ്ങളെല്ലാവരും ഉപദേശിക്കുന്നതല്ലേ, പിന്നെ നിങ്ങൾക്ക് എന്താ വിഷയം, ഇത് പറയും. ഓരോരുത്തരുടെ പ്രൊഫഷൻ വെച്ച് പറയും. അപ്പം ചില ആൾക്കാർ വളരെ മാന്യമായ രീതിയിൽ വീഡിയോ ചെയ്യും, ചില ആൾക്കാർ പക്ക നെഗറ്റീവായ രീതിയിലും വീഡിയോ ചെയ്യും. നമ്മൾ അതിൻ്റെ പുറത്ത് പോയിട്ട് കാര്യമില്ല. നമ്മൾ പറയാൻ നിന്നാൽ അവരും പറയും. ഇത്രയും ഇതൊക്കെ കേസ് കൊടുക്കണം എന്നാണ് തോന്നുന്നെങ്കിൽ പോയി കേസ് കൊടുക്കുക, കേസ് മുന്നോട്ട് പോട്ടെ, അതിനുള്ളൊരു തീരുമാനം ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ സൈബർ സെല്ലിലൊന്നും കേസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. ഏറ്റവും നല്ലത് ഇഗ്നോർ ചെയ്യുക, നമ്മളുടെ ശരികളിൽ നമ്മൾ ഫ്രണ്ടോട്ട് പോവുക. ഒരാള് എന്നെ നല്ല രീതിയിൽ ഹരാസ് ചെയ്യാവുന്നിടത്തോളം ചെയ്തു. അപ്പൊ ആ ഹരാസ് ചെയ്ത വ്യക്തിയുടെ വോയിസ് മെസ്സേജും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഈ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് ഇടുന്നു എന്ന് ഞാൻ പേര്
മെസ്സേജ് ആണ്. മറ്റൊരു റിയാക്ഷൻ വീഡിയോ കാരണം എടുത്തിട്ടിരിക്കുന്ന ക്ലിപ്പ് എന്റെ ഇവിടെ ദീപ്തി ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആളുടെ പ്രൊഫൈലിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. അത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ കരുതരുത് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല ഇനി ദീപ്തി ടീച്ചറുടെ ഇടയിൽ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആരാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല, ഇവരുടെ ഇടയിൽ പ്രശ്നമുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ ഒരു ടോപ്പിക്കിനെ പറ്റി വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 3-4 ആൾക്കാരുടെ വീഡിയോ ഒന്ന് പോയി നോക്കും. പോയി നമുക്ക് കോമഡി എന്താണെന്ന് വെച്ചാൽ മിക്ക ആൾക്കാരും എൻ്റെ കോൺസെപ്റ്റ് ഒന്നും ആയിരിക്കില്ല, ഇങ്ങനെ മാറ്റം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എലിസബത്ത് ബാല ഇഷ്യൂ, അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ എലിസബത്തിനെതിരല്ല പറഞ്ഞത്, പക്ഷേ എലിസബത്തിനെ ഒരു ഓപ്പോസിറ്റായി പറഞ്ഞ ഒരാൾ ഞാൻ മാത്രമാണ്. ബാക്കി എല്ലാവരും എലിസബത്ത് സപ്പോർട്ടേഴ്സ് ആയിരുന്നു. അപ്പം ഓരോ വീഡിയോന് ഓരോ വ്യക്തികൾക്ക് ഓരോ വ്യൂ ആണ്. അവരുടെ വ്യൂവിനനുസരിച്ച് മാത്രമാണ് എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ കേസാട്ടോ പറയുന്നത്. ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് എൻ്റെ വ്യൂ കറക്റ്റ് ആവണമെന്നില്ല. ചിലപ്പം എൻ്റെ അമ്മയ്ക്ക് വരെ ഞാൻ പറയുന്ന കാര്യത്തിനുമായിട്ട് വേറൊരു ഓപ്പോസിറ്റ് തിങ്കിങ് ഉണ്ടാവും. എന്നോട് അമ്മ ചോദിക്കും, നീ എന്താ ഇതിങ്ങനെ പറഞ്ഞത്? ഞാൻ പറയും, അമ്മ ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഓരോരുത്തരുടെ വാക്കുകൾക്കും ഓരോരുത്തരുടെ വീഡിയോകൾക്കും അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു ശരി ഉണ്ടാവും. എന്റെ എക്സ് ഹസ്ബൻഡിന്റെ പെങ്ങളുടെ വോയിസ് പുറത്ത്. അപ്പൊ ആരോ പറയുന്നു, അതിന് അവൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, തമ്പനയിലാണല്ലോ ഉള്ളതെന്ന്. തമ്പനയിലുണ്ടായാൽ മതി ഒരാൾ. ഇപ്പൊ ഞാൻ പറയട്ടെ, ശരിക്കും പറഞ്ഞാല് ഈ തംനെയിൽ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മളുടെ വീഡിയോ മറ്റൊരാൾ കാണുന്നത് തംനെയിലാ തീരുമാനിക്കുക. തംനെയിൽ എത്രത്തോളം ക്യാച്ച് ചെയ്യാവുന്നോ അത്രത്തോളം നമ്മളുടെ വീഡിയോന് ആൾക്കാർ ശ്രദ്ധിക്കും. ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പം ഞാനും എൻ്റെ ഏട്ടൻ്റെയും പുറത്തു പോകുന്നൊരു വീഡിയോ ഞങ്ങളൊന്ന് പുറത്തു പോയി വന്നു എന്ന് പറഞ്ഞാൽ ഒരു പട്ടിക്കുറുക്കം പോലും ആ വീഡിയോ തുറന്നു നോക്കില്ല. പുറത്ത് പോകും വഴി ഒരു ആന ചാടി എന്ന് എഴുതി ഒരു ആനേൻ്റെ പടം വെച്ച് നോക്ക്, ഒരു 100 ആളെങ്കിലും എടുത്ത് നോക്കും. കാരണം തംനെയിൽ എപ്പോഴും എല്ലാവരും ക്യാച്ച് ആക്കാനാണ് നോക്കുക, ക്യാപ്ഷൻസ് കൂടെ. ഞാൻ അത്ര ക്യാച്ച് ആക്കിയില്ലെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലിടും. ഞാൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും അതിൽ എഴുതിയിടലില്ല, ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എഴുതുക. അല്ല പ്രധാനപ്പെട്ട കാരണം എന്താ അങ്ങനെയൊക്കെ ഞാൻ ഇടല്ലോ. പക്ഷെ ചില ആൾക്കാർ തംനെയിൽ വായിക്കുമ്പോൾ ശരിക്കും ചിരിയില്ല. എസ്പെഷ്യലി ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തംനെയിൽ വായിച്ചിട്ട് ഞാൻ എപ്പോഴും ചിരിക്കലുണ്ട്. ഞാൻ ആളെ വിളിച്ച് ഞാൻ ചോദിക്കും, എന്ത് തംനെയിലാണ് ഈ ഇട്ടിരിക്കുന്നത് നോക്കുമ്പോൾ എന്നോട് പറയും, അത് വീഡിയോ കാണണ്ടേ നാലാൾ എന്താ പറയുക. തംനെയിൽ അത്രയേ പർപ്പസ് ഉള്ളൂ. ഇത് യൂട്യൂബ് മര്യാദയ്ക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം, തംനെയിൽ കണ്ടുകൊണ്ടിട്ട് ഒരാളുടെ ചാനലിൽ കയറിയിട്ട് ഒരു കാര്യമില്ല. തംനെയിലുമായി ബന്ധപ്പെട്ട് ഒരു സാധനം പോലും അതിൽ കാണാൻ പറ്റില്ല എന്ന്. അപ്പോൾ തംനെയിലിൻ്റെ കേസ് ഇതാണ് പറയുന്നത്. അതൊന്നും ആരും സീനാക്കി എടുക്കൂല. അങ്ങനെ ഒരു കണ്ടന്റ് അതിൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റും. ഈ വീഡിയോ ശരിക്കും കണ്ട സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താ ദീപ്തി ടീച്ചർ ഇത്രത്തോളം ഇറിറ്റേറ്റഡ് ആയേ, അല്ലെ ഇത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആയേ, അല്ലെ ഇത്രത്തോളം പ്രൊവോക്ഡ് ആയേ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അത് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ചെറിയ പ്രായം തൊട്ടേ ആണെങ്കിലും. എന്നിട്ട് ആ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ച് പുതിയൊരു ജീവിതം സെറ്റ് ചെയ്ത സമയത്തും കുറേ പ്രശ്നങ്ങൾ നേരിട്ടു. എന്നിട്ട് ഒരു വ്യക്തികൾ പോലും നടക്കാത്ത അല്ലെ പോവാത്ത വഴികളിൽ കൂടെ കയറിപ്പോയി ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലോട്ട് പോവാണ്. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളേക്കാൾ കൂടുതൽ നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലും ഉണ്ടാവുക. അപ്പം ഇന്ന് ആ അടിപൊളി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നവൻ നാളെ കയറി കൊള്ളൂല എന്ന് പറയും. അതാണ് ഈ സോഷ്യൽ മീഡിയത്തെ പ്രശ്നം. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇത്ര സപ്പോർട്ട് ഉണ്ട്, നാളെ അടുത്ത വീഡിയോന് നേരെ താഴോട്ട് വരും. ഇതൊരു സോഷ്യൽ മീഡിയ ഗെയിമാണ്. സോഷ്യൽ മീഡിയയിൽ ഇതാണ് നടക്കുക. ഇതൊക്കെ അറിയുന്ന ഒരാൾ വൈ ഇത്ര ഡിസ്റ്റർബ്ഡ് ആയി എന്നുള്ളത് എനിക്കറിയില്ല. ഞാനൊക്കെ ആദ്യം വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നാൽ ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുമായിരുന്നു, ഭയങ്കര പ്രൊവോക്ഡ് ആവുമായിരുന്നു. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ് കേട്ട് ഇങ്ങനെ വിട്ട് പിന്നെ ഞാൻ നോക്കുമായിരുന്നു. ഇപ്പം ഞാൻ നോക്കലില്ല. ഇപ്പം ഞാൻ ആ ഭാഗത്തോട്ടേ പോവില്ല. എന്തെങ്കിലും കണ്ടാൽ ചിലപ്പോൾ കമൻറ്റിന് റിപ്ലൈ കൊടുക്കും, ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ റിപ്ലൈ വിടും, പിന്നെ ഇപ്പോൾ ഒന്നും പറയില്ല, അതങ്ങ് ആ വഴിക്ക് അങ്ങ് വിടും. ഇതാണ് സോഷ്യൽ മീഡിയ. ഇന്ന് ചീത്ത പറയുന്നവർ നാളെ ക്ലാപ്പ് അടിക്കും, നാളെ ക്ലാപ്പ് അടിക്കുന്നവർ ചീത്ത പറയും. ഇന്നിപ്പോൾ ദീപ്തി ടീച്ചറെ റിയാക്ട് ചെയ്ത ആൾക്കാർ തന്നെ നാളെ ചിലപ്പോൾ ദീപ്തി ടീച്ചറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയും, മറ്റന്നാൾ കുറ്റം പറയും. സോഷ്യൽ മീഡിയ ഈസ് ബേസിക്കലി എ ഗെയിം.
അപ്പോൾ ആ ഗെയിം അറിയുന്നവരെ ഈ ഗെയിം കളിക്കാൻ പാടും, ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. സോ അങ്ങനെ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കുക. ഇപ്പം ഞാനൊരു കണ്ടന്റ് ഇട്ടിട്ട് അതിനെപ്പറ്റി ഒരാൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഭയങ്കര ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് പറയണമെങ്കിൽ മാത്രമേ ഞാൻ പറയൂ. അല്ലാണ്ട് നിങ്ങൾ എന്നെ എത്രയൊക്കെ ചീത്ത വിളിച്ചാലും ഒച്ചപ്പാട് ഉണ്ടാക്കിയാലും അതാക്കിയാലും ഇതാക്കിയാലും ഞാൻ ഒന്നും പറയില്ല. അത് പറയേണ്ട ആവശ്യമില്ല. ആരെ സോഷ്യൽ മീഡിയ ആരാ കോടതിയോ? ഇവർ മുമ്പിലെല്ലാം പറയേണ്ട ആവശ്യം എന്താ? ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളാരാ കോമഡിയോ? ഇവരുടെ റിയാക്ഷൻ വീഡിയോ ചെയ്തു എന്ന് നമ്മൾ കൂടെയുള്ള ആൾക്കാർ പോകുമോ? ഇല്ല. നമ്മൾ കൂടെയുള്ള ആൾക്കാർക്ക് നമ്മൾ എന്താണെന്ന് അറിയുന്ന അത്രയും കാലം അവർ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും. അവരെങ്ങോട്ടും പോകാൻ പോകുന്നില്ല. ഇവരുടെ ഒരു വീഡിയോയോ കണ്ടന്റോ അതോ ഇതോ ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തോന്നിയ ഒരു ഒപ്പീനിയൻ അവരവിടെ ഷെയർ ചെയ്തു, ഇത്രയേ ഉള്ളൂ. അത് ആ രീതിയിൽ കാണാനും ആ രീതിയിലാക്കാനും എടുക്കുകയാണെങ്കിൽ ഇതൊന്നും വലിയ വിഷയമുള്ളൊരു കാര്യമല്ല. അതേ എനിക്ക് പറയാനുള്ളൂ. നോട്ട് ടു ദ ദീപ്തി ടീച്ചർ, ടു ഓൾ ദ പേഴ്സൺ. ഇപ്പോൾ പല കോൺട്രവേഴ്സീസ്, ഇപ്പം ദിയ കൃഷ്ണനെ പറ്റി ഭയങ്കര വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ഉപ്പും മുളകും ലൈറ്റിനെ പറ്റി വലിയ വീഡിയോസ് ഇതിൽ വന്നിരുന്നു. മല്ലു ഫാമിലി ഭയങ്കര വീഡിയോസ്. ഞാനൊക്കെ റിയാക്ഷൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കാണുന്നതാണ് വീഡിയോസ് വന്നു. ഇപ്പം എന്താ, അവർക്ക് ചാനലില്ലേ, അവർ കണ്ടന്റ് ചെയ്യുന്നില്ലേ, അവർ പോകുന്നില്ലേ, കഴിഞ്ഞു. ഇതൊക്കെ ഒരു ഫേസാണ്. ഇത് കഴിഞ്ഞാൽ അതിങ്ങനെ മാറി. ഇന്നിപ്പോൾ ഇത് വന്ന് പോയി, നാളെ അത് വന്ന് പോയി. ദിസ് ഇസ് വാട്ട് സോഷ്യൽ മീഡിയ. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഏൺ ചെയ്യാനാണ്. ഇപ്പോൾ ദീപ്തി ടീച്ചർ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പൈസ ഏൺ ചെയ്യാൻ പറ്റില്ലേ? അതുപോലെ തന്നെയാണ് റിയാക്ഷൻ വീഡിയോ ഇടുന്ന ആൾക്കാരും. അപ്പം അവർക്ക് ഈ മെത്തേഡാണ് ഇഷ്ടം, അവരിത് ഫോളോ ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അവർക്ക് ഈ കണ്ടൻറ്റാണ് ഇഷ്ടം. അവരൊരിക്കലും ഒരാളുടെ കണ്ടൻറ്റ് മാത്രമല്ല കേസുകൾ. ഇപ്പം എൻ്റെ ചാനലിൽ ഞാൻ ഈ ഒരു കണ്ടൻറ്റ് മാത്രമല്ല, ഞാൻ ന്യൂസ് പറയലുണ്ട്, ഞാൻ അഡിക്ഷൻ റിലേറ്റഡ് കാര്യങ്ങൾ പറയലുണ്ട്, മദ്യപാന ടോപ്പിക്ക് പറയലുണ്ട്, പലതും പറയുന്നുണ്ട്. ഇത് മാത്രമൊന്നുമല്ല. അപ്പോൾ ആ രീതിയിൽ കണ്ടാൽ മതി, ആ രീതിയിൽ ഇതിനെ അങ്ങ് എടുത്താൽ മതി. പറയാൻ പാടുന്നത് ഇതൊരു വലിയ മാറ്ററാക്കി എടുക്കുക. നമ്മൾ വലിയ മാറ്ററാക്കി എടുക്കുമ്പോഴാണ് അവിടെ നിന്നും ടോപ്പിക് പോകുക, അവിടെ നിന്നും ഡിസ്കഷൻ വരിക, അവിടെ നിന്നും ഡയലോഗ് വരിക. ഇങ്ങനെ നമ്മൾ പറയില്ല, ഈ എന്താണ് പല്ലിൻ്റെ ഉള്ളിൽ കുത്തിയെടുക്കുന്ന അതേ അവസ്ഥയാവും. അത് ഒരു ചെവി കൂടെ കേട്ട് ഇഗ്നോർ ചെയ്ത്, ഇഗ്നോറൻസ് ആണ് ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് തിങ് എന്നാണ് ഞാൻ പറയുന്നത്. അത് വഴക്ക്, കച്ചറ, ഒച്ചപ്പാട്, ഈഗോ, കുശുമ്പ്, പിണക്കം, എന്തിനോട് നമുക്ക് ചെയ്യാമെന്ന വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് ഇഗ്നോറൻസ് ആണ്. ഇഗ്നോർ ചെയ്ത് വിടുക, വിലയേ കൊടുക്കരുത്, കേൾക്കുകയേ ചെയ്യരുത്, ശ്രദ്ധിക്കുകയേ ചെയ്യരുത് എന്നാ വിഷയം അവിടെ തീരും. നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്താൽ പിന്നെ അതിൽ പിടിച്ചു വരും. ഓക്കെ, സോ ഗൈസ്, ഇത്രയും എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ബാക്കി ആ വീഡിയോയിൽ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനത് മുഴുവനായി എടുത്തൊന്നും കയറി വലിച്ചു മുറിച്ചിട്ടൊന്നുമില്ല. സോ ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.